ഹായ് അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മക്രോണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ പച്ചക്കറിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് ഞാൻ ആദ്യം പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മക്രോണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് മക്രോണി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനും അതുപോലെ അടിയിൽ പിടിക്കാതിരിക്കാനുമാണ് കേട്ടോ. സൺഫ്ലവറിന് പകരം നമുക്ക് ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകും. പക്ഷെ മക്രോണി നല്ലോണം വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വയറിനൊക്കെ പ്രശ്നമാവും. അപ്പോൾ മക്രോണി നല്ലോണം വെന്തതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മക്രോണി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ചൂടുള്ളത് ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ആ ഓയിൽ എല്ലായിടത്തും ആകുന്നത് വരെ. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് നല്ലോണം എണ്ണയിലൊന്ന് കടന്ന് ഇതായതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മക്രോണിയിൽ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും സവാളയും കൂടി ഒന്ന് നല്ലോണം വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും അതുപോലെ സവാളയും എല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല കേട്ടോ. ഗരം മസാലയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ അങ്ങനെ ചേർത്താലാണ് ഇഷ്ടം. അപ്പോൾ അതും ഈ മസാലയിലേക്ക് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസിൽ കിടന്നിട്ട് മസാല നല്ലോണം യോജിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം എന്തായാലും ചേർക്കണം കേട്ടോ, ആരും വെള്ളം ചേർക്കാൻ മറക്കരുത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മക്രോണി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. രാവിലെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും, പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം. അതുപോലെ വൈകുന്നേരം ആണെങ്കിലും കുട്ടികൾക്ക് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് അറിയിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിക്കനുസരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. എരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ മക്രോണിയിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇനിയും സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ മക്രോണി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.